എടാ, ഈ കളി കാന്തപുരത്തോടല്ല, ഇത് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ. നിങ്ങളുടെ പരാജയത്തിന്റെ തുടക്കമാണല്ലോ അത്. ആരംഭ റസൂലുള്ളാഹിയോടുള്ള കളി. റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയിട്ട് ലോകത്ത് നിങ്ങൾ ഉയരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിഷ്പക്ഷമായി നിന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം വന്നെത്തി. വിനീതനായ ഞാൻ നന്ദിയിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി ഒരു വിഭാഗത്തിലും പരസ്യമായി പ്രവർത്തന രംഗത്തിറങ്ങാതെ കൂടുതൽ SKSSFന്റെ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ സുന്നത്ത് ജമാഅത്ത്, അതിന്റെ ശേഷം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഏത് അവരുടെ വേദിയിൽ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചാലും അപ്പ പറയും പ്രസംഗമൊക്കെ തിരക്കിടില്ല, അയാളാണ് മറ്റേ ആളാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് നല്ലോണം പറഞ്ഞു, അത് മറ്റേ ആൾക്കാരെ പറയുള്ളൂ. പിന്നെ ഒരു തൊഴിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഈ എടവണ്ണപ്പാറ ഭാഗത്തൊരു പ്രസംഗം നടത്തി, ഒരു ദിക്റിന്റെ മജ്‌ലിസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിപാടിക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരും നിങ്ങളെല്ലാം എല്ലാ മാസവും ഞങ്ങൾക്ക് നേതൃത്വത്തിന് വരണം, ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടെങ്കിൽ നോക്കാം. പിന്നെ പറഞ്ഞു, അയാള് നിന്നിട്ടാണ് വരുന്നത്, പേരോടിന്റെ ശൈലിയാണ്, അത് പേരോടിന്റെ ശൈലിയാണ്. പിന്നെ അയാൾ സുന്നി നന്നായി പറഞ്ഞിട്ടുണ്ട്, അതും ഏൽപ്പിക്കാരുടെ ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏത് എവന്റെ മുമ്പിലും തുറന്നു പറയണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും അതുപോലെ തന്നെ എന്റെ ബഹുമാന്യനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട മർഹൂം കല്ലൂർ മദികുട്ടി മുസ്ലിയാർ, ഞാൻ ഓർത്തു പോകുന്നു, പുൽപ്പറ്റയിൽ എന്റെ നാട്ടിന്റെ അടുത്ത് ആലിങ്ങാപ്പറമ്പിൽ മുമ്പ് SKSSFന്റെ ഒരു പരിപാടി മുജാഹിദ് മൗലവി അവിടെ വെച്ചുകൊണ്ട് ഒരു പ്രസംഗം, തറാവീഹ് 20 തെളിവുണ്ടോ? ആ സമയത്ത് വിനീതനായ ഞാൻ SKSSFന്റെ വേദിയിൽ പ്രസംഗത്തിന് പോയി. ഞാൻ ഈ മൗലവിയെ ഗണ്ണിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ റമദാനിലാണ് അവിടുത്തെ സംഘാടകയിൽപ്പെട്ട ഒരു നേതാവ് എന്നോട് പറയുന്നു, ഒന്നും പറയരുതിട്ട. ഒന്നും പറയാതെ പിന്നെ എന്നെ പ്രസംഗത്തിന് വിളിച്ച്, അതല്ല മുജാഹിദിനൊന്നും പറയരുത്. ഞാൻ അയാളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. സ്റ്റേജിൽ കയറിയ ഉടൻ ഞാൻ അവരുടെ പുസ്തകം തന്നെ മെറിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, തറാവീഹ് 20 തെളിവുണ്ടെന്ന് ഉണ്ടോ എന്ന് ബുലൂഗാത്ത കുട്ടികളെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. അനക്ക് തെളിവുണ്ടെങ്കിൽ തെളിവാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നോ, നാളെ ഇജും ഞാനും കൂടി ഖണ്ഡന പ്രസംഗം നടത്താൻ കണ്ട, ഇപ്പൊ എന്റെ സ്കാലപ്പ തീർച്ചയാന്ന് മുജാഹിദ് മൗലവിനെ വെല്ലുവിളിച്ചു, വെല്ലുവിളിച്ച് പ്രസംഗിച്ചു. സുബ്ഹാനല്ലാഹ്, സദസ്സിൽ നിന്ന് ഇങ്ങനെ പൊന്തുന്നു കുറെ ആളുകൾ, സദസ് അങ്ങ് കാലിയാകുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ സംഘാടകർക്ക് ഒരു മെയിൻറ്റുമില്ല, ഞാൻ രണ്ടാമത്തെ ദിവസവും പരിപാടി ഉണ്ട്. ഇന്നലെ ബദരീങ്ങൾ മഹത്വം കുറച്ച് നാളെ പറയാം, ശേഷം നമുക്ക് വയലിലേക്ക് പ്രവേശിക്കാന്നാ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ സംഘാടകരുടെ അടുത്ത് വന്നു, ഇന്നലെ നിങ്ങളാ പ്രസംഗിച്ചതിന് വലിയ വിഷമുണ്ട്, എന്താന്ന് ചോദിച്ചു. ഞാൻ AP ഉസ്താദിനെയോ EK ഉസ്താദിനെയോ ഗ്രൂപ്പീസോ എന്തെങ്കിലും പറഞ്ഞു? ഇല്ലല്ല. പിന്നെന്തേ ഇന്നലെ മുജാഹിദിന് പറഞ്ഞത് നമുക്ക് വലിയ വിഷമായി പോയി. ഞാൻ ഉടനെ ചോദിച്ചു, നീയൊക്കെ ശംസുൽ ഉലമ എന്ന പേരിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയെന്താ? ഈ SKSSF എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ പോഷക സംഘടനയാണെന്നാ? മുജാഹിദിന്റെ പോഷക സംഘടനയൊന്നുമല്ല, ശംസുൽ ഉലമ പറഞ്ഞതാ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു എന്നതാ പറഞ്ഞത്. അതിന്റെ 1/4 ഭാഗം തീവ്രത ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ വരികയാണ്, അണതീർത്ത് സുന്നത്ത് ജമാഅത്ത് തന്നെ പറയുന്നു. അങ്ങനെ പറ്റൂല, നിങ്ങളിന്ന് വയത് പറയണം, മുജാഹിദിനെ പറയാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ തീരുമാനാകാതെ പിരിഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിനെ സമീപിച്ചു. ഉസ്താദിനോട് ചോദിച്ചു, SKSSFന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പോയിട്ട് ഇങ്ങനെ വിഷമം വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഉസ്താദ് പറയും പോലെ ചെയ്യാം. കല്ലൂർ ഉസ്താദ് ഉടനെ എന്നോട് പറഞ്ഞത്, സുന്നത്ത് ജമാഅത്ത് ആരുടെയും തറവാട് സ്വത്തല്ല, കണക്ക് തീർത്ത് മർമ്മ നോക്കാതെ വെട്ടി തുറന്ന് പറയും, അത് ആര് വരണ്ട എന്ന് പറഞ്ഞാലും നിൽക്കരുത്.
നിങ്ങളൊന്ന് പോവുകയാണെങ്കിൽ കണക്ക് തീർത്ത് പറയാൻ പറ്റുമെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ മൂപ്പരുടെ ശൈലിയിൽ അവർക്ക് പറ്റിയ ഒത്താന വിളിച്ച് പഠിപ്പിച്ചോട്ടേതാ. എന്നിട്ട് മൂപ്പര് പറഞ്ഞ് താടിയൊക്കെ വടിച്ച് മീശയൊക്കെ ശരിയാക്കിയിട്ട് തൊക്കിങ്ങനെ പൊതിച്ചിട്ട് ഇവിടെ വടിച്ചിടാന്ന് കാട്ടിക്കൊടുക്കല് അത് ഒത്താന്റെ ശൈലിയാണ്. അതിന് മൂല്യമാരെന്ന് പറയില്ല, അത് അലിമികളുടെ കർത്തവ്യമല്ല, സുന്നത്തി ജമാഅത്ത് തുറന്നു പറയണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന നമ്മളോട് ഉപദേശിച്ചതാ. ഇപ്പോ ഞാനും മനസ്സിലാക്കി, സുന്നത്തി ജമാഅത്ത് പറയണമെങ്കിൽ അത് ഈ വിഭാഗത്തിന്റെ കൂടെ മാത്രം കൂടിയാലേ ദീന് പറയാൻ പറ്റൂ. അല്ലാഹു തആല എപി ഉസ്താദിനും ഈ പ്രസ്ഥാനത്തിനും ദീർഘായുസ്സും ആഫിയത്തുള്ള ദീർഘായുസ് എപി ഉസ്താദിന് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ദീർഘകാലം സുന്നത്തി ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകാനുള്ള കരുത്ത്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ഓർത്തുപോകുന്നു, കിബറില്ലാത്ത ഒരു മനുഷ്യൻ, കിബറില്ലാത്ത ഒരു മനുഷ്യൻ. അതായത് ഇവർ ഈ സഹറെ മുബാറക്കിന്റെ വിവാദവുമായി വന്നപ്പോ ആ സഹറെ മുബാറക്കിന്റെ വിവാദം നിഷ്പക്ഷമായി നിന്നുള്ള ആളുകൾ 2 മിനിറ്റ് ചിന്തിച്ചു നോക്കി. നിഷ്പക്ഷമായി നിന്ന് ചിന്തിക്കി. സഹറെ മുബാറക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അബൂദാബിയിലുള്ള ഖസറജി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാ, ഒറ്റക്ക് സ്വകാര്യമായി കൊടുത്തതല്ല. ഈ ഖസറജി റസൂലുള്ളാഹിന്റെ സഹറെ മുബാറക്ക് കൈമാറുന്ന സമയത്ത് ആ വേദിയിൽ എത്ര ആളുകളുണ്ട്. ഈജിപ്തിന്റെ ഗ്രാൻഡ് മുഫ്തി അടക്കം ആഗോള തലത്തിലും ദേശീയ തലത്തിലുമുള്ള 20 രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാര്, ഈ ഇന്ത്യ രാജ്യത്തുള്ള 20 സംസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാര്, ഇതുപോലെ 10ഓളം രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയ വേദിയിൽ ഇത് അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇതാ ശൈഖ് അബൂബക്കറിനെ കൈമാറുന്നു എന്ന് പറഞ്ഞ് സനദ് വായിച്ചിട്ട് രേഖയടക്കം കൈമാറിയെങ്കിൽ ഇവിടെ സത്യത്തിൽ നിഷ്പക്ഷപരമായ ആളുകൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കി. സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത ആള് ബഹുമാനപ്പെട്ട ഖസറജിയാണ്. ഇത് സ്വീകരിക്കുന്ന ആള് മാത്രമാണ് കാന്തപുരം ഉസ്താദ്. അതേ ക്രമത്തിൽ നോക്ക്, ഈ വേദിയിരിക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്നു. ആരും അത് റസൂലുള്ളാഹിന്റെ സഹറെ മുബാറക്കല്ല, അല്ലെങ്കിൽ അതൊന്ന് കത്തിക്കണമെന്ന് ആരും പറഞ്ഞു നോക്കിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗം കത്തിക്കണമെന്ന് പറയാൻ ഈ വിഭാഗത്തിന്റെ ഈമാൻ എവിടെ പോയി? റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട ശരീരം കത്തിക്കണമെന്ന്, കത്തിച്ചിട്ട് പരിശോധിക്കണമെന്നുള്ള ചില ആൾക്കാർക്ക് നിസ്കാരമുണ്ട്, മുടിക്ക് നേരിലുണ്ടാവില്ലേ, അത് റസൂലുള്ളാഹിന്റെ മുജ്സത്താ. ആരംഭ റസൂലുള്ളാഹിയുടെ ശരീരത്തിന് ശറഫാക്കപ്പെട്ട ശരീരത്തിന് നിഴലില്ല, ശരിയാ. എന്നാലോ അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ നോക്ക്, ഒരു വടി പിടിച്ചു. ഒരിക്കൽ ഒരു സഹാബത്ത് യുദ്ധത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? വാളങ്ങ് മുറിഞ്ഞു. ആരംഭ നബി മുഹമ്മദ് റസൂലുള്ളാഹി പെട്ടെന്നൊരു വടി എടുത്തിട്ട് ഈ സ്വഹാബത്തിന് കൈകൊടുത്തു. അത് വാളായി മാറി. എന്നാൽ പിന്നീട് അള്ളാന്റെ റസൂല് ഇവിടെ എത്ര വടി പിടിച്ചിട്ടുണ്ട്, അത് വാളായി മാറിയിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം, അതല്ലെങ്കിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട നഖം, നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നഖം, അത് റസൂലുള്ളാഹിന്റെ യഥാർത്ഥ കൈയിൻ്റെത് തന്നെയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ മുജ്സത്ത് എന്താ? റസൂലുള്ളാഹിന്റെ കൈ ഹുദൈബിയ യുദ്ധ സമയത്ത് 1500 സഹാബത്ത് വെള്ളത്തിന് കുടുങ്ങിയപ്പോ ഫജഅല യദഹു ഫിർറക്വാ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ ഒരു തോൽപാത്രത്തിൽ അങ്ങ് വെച്ചു. ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, റസൂലുള്ളാഹിന്റെ കൈയിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. ഇനി ഒരാൾ റസൂലുള്ളാഹിന്റെ നഖം പരിശോധിക്കുക. റസൂലുള്ളാഹിയുടെ കൈയിൽ റസൂലുള്ളാഹിന്റെ നഖം തന്നെയാണെങ്കിൽ ആ കയ്യിൽ നിന്ന് അവിടുത്തെ മുജ്സത്ത് എന്താ? ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസ്വാബിഹി, കൈവിരലിന്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ നഖം അതിൽ നിന്ന് വെള്ളം വരുന്നില്ല, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ നഖമല്ല എന്ന് പറയാൻ പറ്റുമോ? വിഡ്ഢിത്തമല്ലടോ ആ ചോദിക്കുന്നത്.
ഇങ്ങനെ ഏതൊക്കെ സംഭവം അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ആസാറിനെയും അതിരറ്റ് സ്നേഹിക്കുന്ന ആദരിക്കുന്ന അതിനുവേണ്ടി തബറുക്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലവരെ